കേരളത്തിൽ ട്രാൻസ്പോർട്ട് ബിസിനസ് നടത്തുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രശ്നങ്ങളെന്ന് വെച്ചാൽ നാട്ടിൽ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയവനാണ് എന്നുള്ളൊരു സംഭവം, ഗുണ്ടായിസും ഒക്കെയാണ് ഇതിനകത്തിലെ മെയിൻ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഭയങ്കര മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടുള്ള കൂട്ടൊന്നും അല്ല. പണ്ട് പ്രൈവറ്റ് ബസ്സൊക്കെ എന്ന് വെച്ചാൽ ഗുണ്ടായിസും അടിയുന്നതാണ്. ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല. നല്ല രീതിയിൽ നമ്മളതിനെ കൊണ്ടു നടക്കാമെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 2-2.5 വർഷത്തെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ KV ഗണേഷ് കുമാർ പുള്ളിക്കാരനെ സംബന്ധിച്ചോളം ഒരുപാട് സിസ്റ്റങ്ങൾ മാറ്റം വരുത്തി, ഒരുപാട് കാര്യങ്ങൾ വരുത്തി. ഒരുത്തം ബുദ്ധിമുട്ടിക്കാൻ നിന്ന് അവനെ പ്രോപ്പറായിട്ട് തീരുമാനം ഉണ്ടാക്കാൻ, കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ എങ്ങനെയാണ് എന്താണെന്നൊക്കെ പുള്ളിക്കാരന് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടും അതിനെ ഫുൾ ഒരു സിസ്റ്റമാറ്റിക് ആക്കിയതുകൊണ്ടും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് ആ ഒരു ഭാഗത്തുനിന്ന്. KSRTC അതിൻ്റേതായിട്ടുണ്ട്. പക്ഷേ പ്രൈവറ്റ് ബസ്സുകാർക്കാണെങ്കിലും നമുക്കാണെങ്കിലും ബാക്കി വണ്ടികൾ ഓടിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സിന് തന്നെ അറിയാം. ഒരു ഇതുണ്ടായ കോടതി ഇടപെട്ടാണ് കേസ് ഇതെടുത്തോ എന്ന് പറഞ്ഞ് ഈ കളർ മാറ്റിയത് കാര്യങ്ങൾ ഒരുപാട് പ്രശ്നമുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ വന്നതിന് ശേഷം ഓവറായിട്ട് കോമ്പറ്റീഷൻ നടത്തുന്നവർക്കേ ഉള്ളൂ പ്രശ്നം. അല്ലാണ്ട് നിങ്ങൾ പുറത്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കാണ്ട് എന്ത് ചെയ്തു? എനിക്കൊരു പ്രശ്നവും ഇല്ല. ഒന്ന് കണ്ണടച്ച് തരും, പ്രശ്നമില്ലെന്നല്ല, ഒന്ന് കണ്ണടച്ച് തരും. അതെന്തുകൊണ്ടാണ്? വണ്ടിയെ ഇഷ്ടപ്പെടുന്നതും വണ്ടിയുടേതായിട്ടുള്ള ഒരാൾ കാര്യങ്ങൾ വന്നപ്പം ആരോട് ചോദിച്ചു? കേരളത്തിൽ ഏതൊരു മനുഷ്യനെടുത്ത് ചോദിച്ചാലും എന്തുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളും ഈ അഭിപ്രായമല്ലേ പറയത്തുള്ളൂ. ഈ കഴിഞ്ഞൊരു 2.5 വർഷമായിട്ട് നോക്കിയാൽ പുള്ളിക്കാരൻ വന്നുകൊണ്ടാണ് ഈ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണം എടുത്ത് നോക്കിയാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഏതാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറയും ഏതാണ്? ട്രാൻസ്പോർട്ട്. വണ്ടിയെ സ്നേഹിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. അത് പുള്ളിയുടെ വലിയ വണ്ടി ഭ്രാന്തനാണ് അദ്ദേഹം. തീർച്ചയായിട്ടും ഭയങ്കര വണ്ടി ഭ്രാന്തനാണ്. നമുക്ക് എനിക്കൊരു ചേട്ടൻ്റെ സ്ഥാനമാണ്. പക്ഷേ ഭയങ്കര ഇതാണ്, അതുകൊണ്ട് പറയുന്നതല്ല. ഫുൾ സിസ്റ്റം മാറ്റി ഓരോ കാര്യങ്ങൾ എവിടെ പോകുമ്പോഴും ഇരുന്ന് കണ്ട് നോക്കി എടുത്തത് ചെയ്യുവാന്ന് വെച്ചാൽ പുള്ളിക്ക് നിർബന്ധമാണ്. പുള്ളിക്കാരൻ റെസ്റ്റ് എടുക്കുന്നൊരു ടൈമില്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. പുള്ളി ഹാർഡ് വർക്കാണ് ഇപ്പോഴും. എന്നാൽ ഒരു മന്ത്രിയാണ് എന്നുള്ള രീതിയിലുള്ള റെസ്റ്റോ പരിപാടിയൊന്നുമില്ല. ഇപ്പോഴും ഹാർഡ് വർക്കാണ്. ഡെയിലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലിരുന്നാൽ ആ ടേബിളിലുണ്ടാകും KSRTCയുടെ റിപ്പോർട്ടും പേപ്പറും. പ്രിൻ്റ് എടുത്ത് ഇത് വെച്ച് നോക്കും, വൈകുന്നേരം ആകുമ്പോൾ നോക്കും, വൈകിട്ട് രാത്രി ചോദിക്കും ഇന്നത്ര കളക്ഷൻ ക്ലോസ് ചെയ്തു, അല്ലെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇന്നലത്തെ കളക്ഷൻ എത്രയാണ്, കാര്യങ്ങളൊന്നും. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പിന്നാലെ കൂടിയ ഒരു 3 ബസ്സിൻ്റെ ഓണർ ചെയ്യണ എല്ലാം പുള്ളിയും ചെയ്യും, എപ്പോഴും ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതിലും കൂടുതൽ പണി പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക്. പുള്ളി എല്ലാ കാര്യങ്ങളും നോക്കും, ഡെയിലി ഉള്ള ഓരോ കാര്യങ്ങൾ നോക്കും. ഇപ്പോൾ കേരളത്തിൽ ബിസിനസ് ക്ലാസ് KSRTC നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരാളിരുന്ന വരും, നമുക്ക് ക്യാബിൻ ക്രൂസ് അത് തന്നെ. പ്രൈവറ്റ് ബസ്സുകാർ വണ്ടിയിൽ ഇപ്പോൾ KSRTC ബസ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഫുഡ് പോലും നമ്മൾ പുറത്തിറങ്ങി വാങ്ങിക്കണ്ട, വണ്ടിയിൽ ഓർഡർ ചെയ്യുക. ബിസിനസ് ക്ലാസ്സിനകത്തിൽ എങ്ങനെയാണെന്നറിയോ? ടിക്കറ്റിൻ്റെ കൂട്ടത്തിൽ ഓൾറെഡി നമ്മുടെ ഫ്ലൈറ്റിൽ തരുന്ന പോലെ ഓൾറെഡി പാക്കേജാണ്. അങ്ങനെ വെച്ച് സാധനം തരും. വേണോ വേണ്ടേ നിങ്ങൾ കഴിക്കുന്നോ ഇല്ലയൊന്നുമില്ല, പക്ഷേ ചെറിയ പൈസ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. അതുപോലെ ഓരോ സ്ഥലത്തുള്ള കാര്യങ്ങളും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി. അതുകൊണ്ട് അങ്ങനത്തെ സപ്പോർട്ടുള്ളപ്പം നമ്മുടെ ടീമും കൂടെ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. പിന്നെ ഈ അടിയും വഴക്കും ബഹളമുള്ളവരൊക്കെ ഉണ്ടാകും. അതിനെ ആ രീതി നമ്മളങ്ങ് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ. കാരണം അത് വേറെ ആര് വന്നിട്ടും അത് ക്ലിക്കാവണില്ല, രക്ഷപ്പെടണില്ല. പുള്ളി പണ്ട് വന്നപ്പോഴും ഒരുപാട് പുതിയ വണ്ടികൾ. എനിക്ക് പേഴ്സണൽ അറിയാവുന്ന ഇത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ വന്ന സമയത്ത് ഇതിന് 6-6.5 കോടി രൂപയായിരുന്നു ഡെയിലിയുള്ള ഈ KSRTCയുടെ വരുമാനം എന്ന് പറഞ്ഞ്. ഇപ്പോൾ ആ വരുമാനം 8.5 മുതൽ 10 കോടി രൂപ വരെയാണ്. ബ്രേക്ക് ഈവൻ തന്നെ 8 കോടി രൂപയാണ്. അപ്പോൾ അത്രയും കോടി രൂപയുടെ നഷ്ടം കൊണ്ടാണ് ഈ KSRTC ഇങ്ങനെ നഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരുന്നതും കാര്യങ്ങൾ. പുള്ളിക്കാരൻ അതിന് മാറ്റം വരുന്നു. മൂന്നാറിൽ പുതിയ ബസ് വന്നു, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ വന്നു, 1 വണ്ടി വന്നു, 2 വണ്ടി വന്നു, മാറ്റങ്ങൾ വരുത്തി. അവിടെ ഇവിടെയുള്ള വെറുതെ കിടന്ന് ഓടിക്കൊണ്ടിരുന്നത് പ്രൈവറ്റ് ബസ്സുകാരെ ശല്യപ്പെടുന്ന കുറേ വണ്ടിക്കാരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്തൊക്കെ ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാത്തതും ഇതെല്ലാം ആയിട്ടുള്ള എല്ലാം കട്ട് ചെയ്തു. അങ്ങനെ ഇപ്പോൾ 8.5-9 ലക്ഷം രൂപ, അല്ലെ 9 മുതൽ 10 ലക്ഷം രൂപയൊക്കെ വന്ന് 10 കോടി അത്രയും വന്ന് ലാഭത്തിൽ ഇത് പൊക്കോണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്തൊരു 5 വർഷം അങ്ങനെ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ. ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ട് വന്നേ ഉള്ളൂ, 2.5 വർഷമേ കിട്ടിയുള്ളൂ. സെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുമോ. പക്ഷേ ഇനി ഒരു 5 വർഷം കിട്ടിയാൽ ഇതിനെ സൂപ്പറാക്കും, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറമാക്കും. ഇത് തന്നെയല്ല, നമ്മുടെ ഈ മോഡിഫിക്കേഷൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ നേരത്തെ ചോദിച്ചാൽ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരാൻ ഇവിടുന്ന് അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്ത് അവിടുന്ന് എടുത്ത് കൊണ്ടുവന്ന് റെഡിയാക്കി കൊണ്ടുവരണം. അല്ലാണ്ട് ഇവിടുന്ന് ഒരു ദിവസം ഇരുന്നിട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലത്. കുറച്ച് പേര് നമ്മൾ വിചാരിക്കും, നമ്മൾ നോക്കുമ്പോൾ അറിയാം കേരളത്തിലെ മന്ത്രി തീരുമാനിച്ചാൽ ഈ കാര്യം നടക്കത്തിനായിരിക്കും. അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ എന്താ ഉറപ്പായിട്ടും നേരത്തെ നടന്നതിന് കാര്യം എന്താ അറിയാം? ഇവിടെ പണ്ട് ഒരു ആദ്യത്തെ ഒമിനിയെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പണ്ട് ഇന്റർവ്യൂ കേട്ടുള്ള ആദ്യത്തെ ഒമിനി എടുത്ത് കാരവൻ പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫുള്ളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ സമയത്ത് ഇന്നലെ നമ്മുടെ വണ്ടിയിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്നു. അന്നത്തെ സമയത്ത് പുള്ളിക്കാരൻ്റെ 800 മേളിൽ ഇവിടെ ഇത് ചെയ്തിട്ട് അവിടെ സ്വിച്ച് ഓൺ ചെയ്ത് അന്ന് പുഷ് ബട്ടൺ അവിടെ നിന്ന് സെറ്റ് ചെയ്ത ആളാണ്.
പക്ഷേ ചേഞ്ചസുകൾ വരുന്നുണ്ട്. ഇവിടുന്ന് മാറ്റം വരുത്തി അവിടെ കൊടുത്ത് അവിടുന്ന് മാറ്റി വാങ്ങിച്ച് ചെയ്ത് എടുത്തുകൊണ്ട് വരണം. അതിനുള്ളൊരു ടൈം ഫ്രെയിം വേണം ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരാനായിട്ട്. അല്ലാണ്ട് ഒറ്റയടിക്ക് ഇത് മാറ്റാനോ അല്ലെ ഒറ്റയടിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ചേഞ്ചസ് ചെയ്യാൻ പറ്റില്ല. അതിനാ മെയിൻ കാര്യം എന്താ പറയുക, ഇവിടുന്ന് ഒരു ചേഞ്ചസ് വന്നാൽ അപ്പം തന്നെ കോടതിയിൽ നിന്ന് അന്വേഷണം വരും. ഒരു വണ്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയ കണ്ടു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് നേരിട്ട് കേസെടുക്കും. പാലക്കാട് വണ്ടി ആക്സിഡൻ്റ് ആണെന്ന് കോടതി നേരിട്ടാണ് കേസെടുത്ത്, അന്നേരമാണ് വെള്ളം അടിക്കേണ്ടി വന്നത്. ഇവിടുന്ന് നമ്മളൊന്ന് ഫ്ലെക്സിബിൾ ആയാൽ കൂടെ ഈ സംഭവങ്ങൾ കണ്ടാൽ കോടതി പെട്ടെന്ന് ഇടപെടും. പ്രത്യേകിച്ച് അനിൽ നരേന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ജഡ്ജി ഉണ്ട്. പുള്ളിക്കാരനാണ് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളെ നോക്കുന്നത്. പുള്ളിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, കേസുകൾ, കാര്യങ്ങൾ അദ്ദേഹമാണ് കൂടുതൽ ഇതിലിടപെട്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഇതിനെ പിടിക്കുന്നുണ്ട്. ഇത് വന്ന് ചോദ്യം ചെയ്താൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അല്ലെ സുപ്രീം കോടതി അല്ലെ കോടതിയുടെ ഭാഗത്തു നിന്നൊരു ചോദ്യം വന്നാൽ മിനിസ്റ്റർക്കാണെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ആഗ്രഹം അതാണല്ലോ. ഇത്രയും വണ്ടി പ്രാന്തുള്ള ഒരാൾ എന്തായാലും വണ്ടി പേഴ്സണൽ യൂസ് ചെയ്യുന്ന വണ്ടിയും അതുപോലെ ഗംഭീരമായിരിക്കും. ഏതൊക്കെ വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? വണ്ടി ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവാഗൺ ഉണ്ട്, റോൾസ് റോയ്സ് ഉണ്ട്, ഓസ്റ്റിൻ മാർട്ടിൻ ഉണ്ട്, പിന്നെ റേഞ്ച് റോവർ ഉണ്ട്, മിനി കൂപ്പർ ഉണ്ട്, പിന്നെ ആണെന്നുണ്ടെങ്കിൽ FJ ക്രൂയിസർ. ഇപ്പം നേരത്തെ 2 ആയിരുന്നു, ഇപ്പം 3 FJ ക്രൂയിസർ ഉണ്ട്, ഒരു ലാൻഡ് ക്രൂയിസർ ഉണ്ട്, ഒരു ഫോർഡ് മസ്താങ് ഇപ്പോൾ എടുക്കാനായിട്ടെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിസാൻ്റെ ഒരു എക്സ്ട്ര ഉണ്ട്, ഒരു അൾട്ടിമ ഉണ്ട്, ഒരു കൊറോള ഉണ്ട്. ഇത് അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് മെയിനായിട്ട്. വണ്ടിയാണല്ലോ നമ്മുടെ ഇത്. എനിക്ക് സമ്പാദ്യത്തേക്കാൾ കൂടുതൽ വണ്ടികളാണ് കേട്ടോ. വണ്ടികളാണ് എൻ്റെ സമ്പാദ്യം. നാട്ടിൽ തന്നെ നോക്കിയാലും ഇവിടെ നോക്കിയാലും ഈ വണ്ടികളാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. നാട്ടിലെ വണ്ടികൾ? നാട്ടിലെ വണ്ടി നമ്മുടെ ലാൻഡ് ക്രൂയിസർ ഉണ്ട്, 2 ലാൻഡ് ക്രൂയിസർ എന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ കസിൻ്റെയാണ്. ഞാൻ എടുത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വന്തം പോലെ തന്നെയാണ്. എനിക്ക് എൻ്റെ ഇതുപോലെ തന്നെയാണ്. പുള്ളി അങ്ങനെ വണ്ടി എടുത്ത്, പുള്ളി ജസ്റ്റ് വണ്ടിയുടെ വില കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ വണ്ടി കണ്ട് ഒരു ആഗ്രഹം കണ്ട് വണ്ടി പുള്ളി വല്ലപ്പോഴും പോകുന്ന ഒരാളാണ്. 2 വണ്ടി നമ്മൾ ഒരേപോലെ, അതാണ് എല്ലാം 999, 999 എന്നുള്ള രീതി. പിന്നെ എൻ്റെ റേഞ്ച് റോവർ ഉണ്ട്, പിന്നെ മെർസിഡീസ് ഉണ്ട്, പിന്നെന്താണ് ഫോർച്യൂണർ ഉണ്ട്, ഫോർച്യൂണർ ഇപ്പോൾ കൊടുത്തു, പിന്നെ ഇനോവ ക്രിസ്റ്റ ഉണ്ട്, പിന്നെ ജീപ്പുണ്ട്, പിന്നെ റെഡ് താറുണ്ട്, പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു പോളോ ഉണ്ട്, ഒരു ജാസ് ഉണ്ട്. അച്ഛൻ്റെ വണ്ടിയാണ് ജാസ്, ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, അവിടെ കിടക്കുവാണ്. പിന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ അംബാസഡർ. ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, രോഹിത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞങ്ങൾ ആരും അറിയാണ്ട് 2 വർഷം അത് പുള്ളി ഉണ്ടായിരുന്നു ആ സമയത്ത്. വണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും 2023 ആരും അറിയാണ്ട് ഞങ്ങൾ എടുത്ത വണ്ടിയാണത്. ആ വണ്ടിക്ക് ഒരു ഫൈൻ വരെ, വണ്ടി നമ്പർ വെച്ച് 9999 വെച്ചൊരു ഫൈൻ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു നമ്മുടെ എല്ലാത്തൊരു വണ്ടിക്ക് ഫൈൻ വന്നിട്ടുണ്ടെന്ന് വിളിച്ചു വരെ പറഞ്ഞതാണ്. പക്ഷെ അവൻ ആ ഓണത്തിന് ഓഗസ്റ്റിൽ ഇറക്കാനായിട്ടിരുന്നു. അന്നേരമാണ് ജൂണിൽ അവൻ്റെ ഇത് വരുന്നത്. അതാണ് ഒരു ഹൈലൈറ്റ് വണ്ടി എന്ന് വെച്ചാൽ. പിന്നെ ഒരു സ്വിഫ്റ്റ് ഉണ്ട്. അതൊക്കെ വണ്ടികളാണ്. ആ അംബാസഡർ ഒരുപാട് കാശ് മുടക്കിയിട്ടില്ലേ? ഇഷ്ടം പോലെ മുടക്കിയിട്ടുണ്ട്. അതിനകത്ത് മൊത്തം ഇപ്പോൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 13 ലക്ഷം രൂപ അതിനകത്ത് മുടക്കിയിട്ടുണ്ട്. അത്രയും പണികൾ, കാര്യങ്ങൾ ഫുൾ ചേഞ്ചസ് ചെയ്തു. വെറുതെ പുറത്തുനിന്ന് കാണുമ്പോൾ കാര്യങ്ങൾ. എൻ്റെ വണ്ടിയുടെ എഞ്ചിൻ റൂമിൻ്റെ ഒരു വീഡിയോ തന്നെ കണ്ടറിയാം, ഞാൻ കാണിച്ചു തരാം. എഞ്ചിൻ റൂം തന്നെ എഞ്ചിൻ ഫുള്ള് പുറത്തെടുത്ത് എഞ്ചിൻ്റെ സാധനങ്ങൾ വരെ കംപ്ലീറ്റ് പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ എഞ്ചിൻ റൂം ചെയ്ത് എഞ്ചിൻ റൂമിനകത്ത് ഞങ്ങൾ ഒരു 2.5-3 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. എഞ്ചിനും പ്ലേറ്റിങ്ങും സാധനങ്ങളും ഷിഫ്റ്റിങ്ങും കാര്യം ഫ്രണ്ടൊക്കെ പഴയ മോഡലാക്കി 1952 മാർക്ക് 1 ആക്കി. എൻ്റെ വണ്ടി 2012 മോഡൽ ഇസൂസു എഞ്ചിനാണ്. അതിനെ മാർക്ക് 1ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഫ്രണ്ടൊക്കെ ആക്കിയപ്പോൾ അത്രയും പൈസ ഞങ്ങൾ എഞ്ചിൻ റൂമിൽ മുടക്കിയിട്ടുണ്ട്. ഇൻറ്റീരിയർ ആയാലും. പക്ഷെ പുറത്തെല്ലാം സ്റ്റാൻഡേർഡ് ആക്കി വെച്ച് ആ ഒരു ഇത് അതേ പോകുന്നൊരു ക്ലാസ് ഉണ്ടല്ലോ, അത് ക്ലാസ്സാണ്. ഈ വേറൊരു വണ്ടിക്കും ആ ഒരു റോഡ് പ്രസൻസ് കിട്ടൂല. ലാൻഡ് ക്രൂയിസർ കൊണ്ട് പോയാൽ പോലും ഒരാൾ നോക്കില്ല. പക്ഷെ അംബാസഡർ കൊണ്ട് പോയി കഴിഞ്ഞാൽ 10 പേര് നോക്കും, പിടിച്ച് നിർത്തി വീഡിയോ എടുക്കും, കാര്യങ്ങൾ ചോദിക്കും, ഒരുപാട്. ഇത് അംബാസഡർ വേറെ രസമാണ്. എന്തുകൊണ്ട് എല്ലാ വണ്ടിക്ക് 9 വന്നിട്ടുള്ള ഒരു നമ്പർ വാങ്ങുന്നു? ഒന്നാമത്തെ കാര്യം 9 എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ലക്കി നമ്പറാണ്. രണ്ടാമതൊരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് സ്പ്ലണ്ടർ എടുത്തെന്ന് പറഞ്ഞില്ലേ, 2002 എൻ്റെ സ്പ്ലണ്ടർ എടുത്തപ്പോൾ KL04L 3834 എന്നാണ് വണ്ടിയുടെ നമ്പർ. നമ്മളന്ന് വണ്ടി നമ്പരാണ് കൂട്ടുന്നത്. 3834 എന്നുള്ള കൂട്ടുമ്പോൾ എല്ലാം കൂടെ കൂട്ടി വായിക്കാൻ വരുന്നത് 9. അത് അന്ന് തന്നെ എനിക്കൊരു ഭാഗ്യവണ്ടി, എൻ്റെ ആദ്യത്തെ വണ്ടിയാണ് ഭാഗ്യവണ്ടി. രണ്ടാമത് ഞാൻ 2012 പിന്നെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇനോവ എടുക്കുന്നത്. ഇനോവ എടുക്കാനായിട്ട് ഞാൻ നാട്ടിലേക്ക്, അന്നാണ് നമ്മൾ നാടുമായിട്ട് കൂടുതൽ ഇതാണ്. ഇനോവയ്ക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ കായംകുളം RTOBC അന്ന് എനിക്കൊരു സിംഗിൾ ഡിജിറ്റ് നമ്പർ വേണമെന്നുള്ളായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ആ ഇനോവയ്ക്ക്, വൈറ്റ് ഇനോവയാണ് അന്നൊരു സിംഗിൾ ഡിജിറ്റ് നമ്പർ. അങ്ങനെ ചെല്ലുമ്പം അവിടെ കിടന്നൊരു നമ്പരാണ് 9 എന്ന് പറയുന്നത്. ആർക്കും പോകാണ്ട് കിടന്നു. അങ്ങനെ അന്ന് ആ 9 എടുക്കുക. ആ 9 എടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രതീക്ഷിക്കാണ്ടാണ് നമ്മൾ വിചാരിക്കുന്ന വണ്ടികൾ നമ്മളിലേക്ക് വന്ന് കയറിയത്. ഇനോവ കഴിഞ്ഞപ്പോൾ തന്നെ ഫോർച്യൂണറായി, ഫോർച്യൂണർ കഴിഞ്ഞപ്പോൾ തന്നെ ബെൻസായി, ഇങ്ങനെ വന്നു. അപ്പം നമ്മൾ ആ 9 അങ്ങനെ തന്നെ പോകുന്നതുകൊണ്ട് 9നെ തന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ എല്ലാം 9 കൂട്ടുമ്പം ബസ്സുകളും എല്ലാം കൂട്ടിയാൽ 9. മിക്കവാറും വണ്ടി 9, 9999 വരെയൊക്കെ ബസ്സിന് എടുത്തിട്ടുണ്ട് കേട്ടോ. 2,80,000 രൂപ കൊടുത്തൊക്കെ ബസ്സിന് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ 1818, 819, 819
കൂട്ടിയ 9. ഇവിടുത്തെ വണ്ടികൾ നോക്കിയാൽ 9279 997 + 2 9. ഇവിടെ നമുക്ക് അങ്ങനെ 9 എടുക്കാൻ പറ്റില്ല. എന്നാലും നമ്മുടെ 9279 ഇവിടെ അറിയാവുന്നവർക്കറിയാം. ഒരുമാതിരി എല്ലാൻ്റെയും 4 പ്ലേറ്റ് ഉണ്ട് 9279. പിന്നെ ഓഫ് റോഡ് വണ്ടികൾക്കെല്ലാം 77229 729 729 9. എങ്ങനെ കൂട്ടിയാലും 9 മാത്രമേ ഞാൻ വണ്ടിയിൽ വെക്കത്തുള്ളൂ. അല്ലാണ്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ വണ്ടിയിൽ വെക്കത്തില്ല. അത് ഇച്ചിരി വിലയുള്ള സംഭവമാണ്. പക്ഷേ നമ്മുടെ ഒരു ഇതാണ്, നമ്മുടെ ഒരു ഇഷ്ടമാണ്, നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. എൻ്റെ കയ്യിലുള്ള അത്ര 9 ഒരുമാതിരി ആരുടെയും കയ്യിലെല്ലാം ഉണ്ടാവത്തില്ല. 9 എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ എൻ്റെ ഇതാണ് പറയുന്നത്. അതെനിക്ക് എൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം വേണം. നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി 9. അതുകൊണ്ട് 9 തന്നെ മെയിൻറ്റെയിൻ ചെയ്യും.